പ്രതിഭയും കഠിനാധ്വാനവും ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടും. എഞ്ചിനീയറിംഗിലെ തന്റെ അറിവുകൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ കേരളത്തിന്റെ പേരെഴുതി ചേർത്ത യുവ പ്രതിഭയാണ് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ സെബിൻ. തന്റെ സ്വപ്നമായിരുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ലോകത്തിലെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ ഈ മലയാളി യുവാവ് നിർമ്മിച്ചു. വെറും 32.5 മില്ലിമീറ്റർ വലിപ്പവും 25 ഗ്രാം മാത്രം ഭാരവുമുള്ള ഈ കുഞ്ഞൻ മെഷീൻ വെറുമൊരു പ്രദർശന വസ്തുവല്ല. തുണി അലക്കാനും സോപ്പ് കളയാനും ഉണക്കിയെടുക്കാനും സാധിക്കുന്ന ഒരു അത്ഭുത ശാസ്ത്ര വിസ്മയമാണിത്. ഈ നിർമ്മിതിക്കാണ് സെബിൻ ഗിന്നസ് റെക്കോർഡ് നേടിയത്. തന്റെ തന്നെ മുൻ റെക്കോർഡ് മറികടക്കാനായി പഴയതിനേക്കാൾ വലിപ്പം കുറഞ്ഞ പുതിയ വാഷിംഗ് മെഷീനൊപ്പം ഒരു സോ മെഷീനും ഡ്രില്ലിംഗ് മെഷീനും കൂടി ഗിന്നസ് റെക്കോർഡിനായി സമർപ്പിച്ചിരിക്കുകയാണ് സെബിൻ. ഇത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീനാണ്. ഞാൻ 2024 ചെയ്ത ലോകത്തിലെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീനാണ്. നമുക്കിതിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ലോകത്തെല്ലാ വീടുകളിലും യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ ഓട്ടോമേറ്റഡ് വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ മേളിൽ ടോപ്പ് ലോഡാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മേളിൽ തുണി ഇടുക, തുണി ഇട്ട് കഴിഞ്ഞ് നമുക്ക് വേണ്ടത്രയും ഡിറ്റർജൻറ്റ് ഇടുക. നമ്മൾ ഡിറ്റർജൻറ്റ് ഇട്ടു, എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് നോർമലി റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡ്രെയിൻ വരുന്ന വാട്ടർ നമുക്ക് നമ്മുടെ നോർമലി വാഷിംഗ് മെഷീനെ പോലെ തന്നെ പുറത്തോട്ട് പോവുകയും ചെയ്യും. നമ്മൾ വാട്ടർ ഒഴിച്ച് നമ്മൾ റിൻസ് ചെയ്യാണ്. നമുക്ക് വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യുകയും ചെയ്യും. ഇത് 2024 ചെയ്ത ലോകത്തിലെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീനാണ്. അതിന് കിട്ടിയതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ്. എൻ്റെ കൊച്ചിലെ മുതലൊരു താല്പര്യമായിരുന്നു നമ്മുടെ എന്തെങ്കിലും സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണം, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ നാടിനും സമൂഹത്തിനും വേണ്ടി ചെയ്യണം. അതിനെല്ലാം ബേസ് ചെയ്താണ് ഞാൻ തേനീച്ച കർഷകർക്ക് മെഷീൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കൂടുതലായിട്ട് എൻ്റെ പ്രൊജക്ട്സും കാര്യങ്ങളും ലോകമെങ്ങും അറിയാനായിട്ട് ഞാനൊരു 2024 ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അച്ചീവ് ചെയ്തായിരുന്നു. അന്ന് ഞാൻ ചെയ്ത ലോകത്തിലെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ നിർമ്മിച്ചാണ്. പിന്നീട് 2025 കഴിഞ്ഞ് 2026 എത്തിയപ്പം എനിക്ക് ഒന്നുകൂടെ തോന്നി കൂടുതൽ ഗിന്നസ് നേടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗിന്നസ് നേടിയ ആളെന്നൊരു പേരൂടെ കിട്ടുവാൻ വളരെ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ ഞാൻ പിന്നെ 3 ഗിന്നസ് വേൾഡ് റെക്കോർഡും കൂടെ നിർമ്മിച്ച് അത് ഞാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ ഒന്നുകൂടെ സ്മോളസ്റ്റ് ആക്കി. പിന്നെ ചെയ്തത് ഡ്രില്ലിംഗ് മെഷീൻ മാനുഫാക്ചർ ചെയ്തു, ലോകത്തിലെ ഏറ്റവും ചെറുത്. പിന്നെ സർക്കുലർ സോ, നമ്മുടെ ഈ ടൈല് വുഡ് ഒക്കെ കട്ട് ചെയ്യുന്ന സർക്കുലർ സോ നിർമ്മിച്ചു. അങ്ങനെ ടോട്ടലി 4 ഗിന്നസ് വേൾഡ് റെക്കോർഡ് എനിക്ക് നേടാനായിട്ട് സാധിച്ചു. നമുക്കിപ്പം ഗിന്നസ് നേടിയെടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിനു വേണ്ടി ഒരു പാഷൻ വേണം. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിനെപ്പറ്റി പുതിയ കണ്ടുപിടുത്തങ്ങളാണെങ്കിലും എന്ത് മേഖലയായാലും നമുക്കിത് ചെയ്ത് നേടണമെന്നൊരു ചിന്ത വന്നാൽ നമുക്കിത് നേടിയെടുക്കാൻ ഉറപ്പായിട്ട് സാധിക്കും. പിന്നെ പ്രോസസ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി കഷ്ടപ്പാടുള്ള കാര്യമാണ്. നമ്മളിതിൻ്റെ വീഡിയോ കാര്യങ്ങൾ എവിഡൻസ് എല്ലാം എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുക. അവരൊരു 3 മാസത്തിനുള്ളിൽ നമുക്കിതിൻ്റെ മറുപടി നമുക്ക് തരും. അതാണ് നമുക്കിതിൻ്റെ പ്രോസസ്സെന്ന് വെച്ചാൽ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മളിത് ചെയ്തതിൻ്റെ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. നമ്മളിവിടെ നമ്മുടെ ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുക, പോലീസ്, കളക്ടർ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സെബിൻ എന്ന വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത് കേവലം ഈ ശാസ്ത്ര നേട്ടം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ കത്തോലിക്ക വിശ്വാസവും ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുമാണ്. കത്തോലിക്ക സഭയിലെ യുവജന പ്രസ്ഥാനമായ SMYM-ൽ സജീവമായി പ്രവർത്തിക്കുന്ന സെബിൻ തൻ്റെ ആത്മീയ ജീവിതത്തെയും ശാസ്ത്ര അഭിരുചിയെയും പരസ്പരം കോർത്തിണക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തികഞ്ഞ ദൈവവിശ്വാസിയാണ്. തൻ്റെ ഓരോ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കും പിന്നിൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുണ്ടെന്ന് ഈ യുവാവ് അടിയുറച്ച് വിശ്വസിക്കുന്നു. ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ കേവലം പ്രശസ്തിക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് സമൂഹത്തിന് നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടിയുള്ളതാകണമെന്ന് സെബിന് നിർബന്ധമുണ്ട്. ലഹരിയുടെയും തെറ്റായ വഴികളുടെയും പിന്നാലെ പോകുന്ന ഇന്നത്തെ യുവതലമുറയ്ക്ക് മുന്നിൽ സെബിൻ ഉയർത്തുന്നത് വലിയൊരു സന്ദേശമാണ്. സർഗാത്മകവും അർത്ഥപൂർണവുമായ ഇത്തരം ശാസ്ത്രീയ ചിന്തകളിലേക്ക് യുവജനങ്ങൾ കടന്നു വന്നാൽ അവരെ വഴിതെറ്റിക്കുന്ന ലഹരി മാഫിയകളിൽ നിന്നും സാമൂഹിക തിന്മകളിൽ നിന്നും അവരെ അകറ്റി നിർത്താൻ സാധിക്കുമെന്ന് സെബിൻ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുന്നു. മോനെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവന് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ആപ്ലിക്കേഷൻ അയക്കുന്നതിനെ പറ്റി
എന്നോട് ആദ്യം വന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ നമുക്ക് സാധ്യമാണോ എന്ന് ഒരാശങ്ക എനിക്കുണ്ടായിരുന്നു. എന്തായാലും ഞാനത് ചെയ്യുവാനുള്ള അനുവാദം അവന് കൊടുത്തു. ദൈവാനുഗ്രഹത്താൽ 2024 ലോകത്തിലെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ നിർമ്മിച്ച് അവൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അർഹനായി. കൊച്ചവനും ഈ ഗിന്നസ് വേൾഡ് കിട്ടിയതിന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അവൻ ചെറുപ്പം മുതലേ ഓരോന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അവൻ ഈ നിലയിലെത്തിയതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തൻ്റെ കത്തോലിക്ക വിശ്വാസത്തിൽ ആഴപ്പെട്ട് പ്രാർത്ഥനയെ മുറുകെ പിടിച്ച് ശാസ്ത്രലോകത്ത് ഇനിയും പുതിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഈ കാഞ്ഞിരപ്പള്ളിക്കാരൻ.